ശ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിത്യനാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുമഹാരാജ് ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് നമുക്ക് എല്ലാവർക്കും എല്ലാം എന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലുള്ള ഒരു ഭാഗം ആണ് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഇസ്കോണിൽ വരുമ്പോൾ പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ ആചാര്യന്മാർ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അവർ എവിടെയെങ്കിലും കണ്ണടച്ച് ധ്യാനിച്ചിരുന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കുന്നവരാണ് ആധ്യാത്മിക ഗുരുക്കന്മാർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിന് എന്താണ് ശ്രീല പ്രഭുപാദ് നൽകിയിട്ടുള്ളത്? ഒരു 2 മിനിറ്റ് പറയാൻ വയ്ക്കുന്നു. അവർ ചോദിക്കുന്നത് വെച്ചാൽ ഒരു ക്ഷേത്ര പ്രവേശനം പോലും നടത്തിയത് ഒരു വിപ്ലവ സംഘടനകളാണ്. നിങ്ങളുടെ ഗുരുക്കന്മാർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ശ്രീല പ്രഭുപാദര് ലോകം മുഴുവനുള്ള ഐക്യത്തെയാണ് ഉച്ചാടനം ചെയ്ത് കളഞ്ഞത്. സമൂഹത്തിലെ ഇവിടെ 1925 ക്ഷേത്ര പ്രവേശനം വിളംബരം നടക്കുമ്പോൾ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രത്തിൽ കയറുവാനുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്ത് ധാരാളം നടന്നിട്ടുണ്ട്. ആ സമയത്താണ് ശ്രീല പ്രഭുപാദര് ക്ഷേത്രത്തിൽ കടക്കുക മാത്രമല്ല, ക്ഷേത്രത്തിന്റെ അകത്ത് കയറി പൂജ ചെയ്യാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും അധികാരപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ അയിത്തം ഉച്ചാടനം ചെയ്യുക മാത്രമല്ല, ഭഗവാനെ നേരിട്ട് സേവിക്കാൻ ഈ പ്രപഞ്ചനാഥന്റെ എല്ലാ മക്കൾക്കും അധികാരമുണ്ടെന്ന് അദ്ദേഹം സ്ഥാപിച്ചത്. ആരുടെയും ദേഹത്ത് ഒരു കല്ല് പോലും എടുത്തെറിഞ്ഞില്ല, ഒരു സ്ഥലത്തും ഒരു കടയോ തല്ലിപ്പൊളിക്കേണ്ടി വന്നില്ല, ആരുടെയും ദേഹത്തിൽ ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നില്ല. പക്ഷെ ശ്രീല പ്രഭുപാദർ ഇത് ചെയ്തത് കല്ല് പറക്കി കളയാണ് ചെയ്തത്. മനുഷ്യന്റെ മനസ്സിലുള്ള വൃത്തികെട്ട കല്ലുകൾ, മുള്ള്, മുരുക്ക് ഇതെല്ലാം എടുത്ത് ശ്രീല പ്രഭുപാദ് കഴുകി അവനെ വൃത്തിയുള്ളവനാക്കി ക്ഷേത്രത്തിനകത്ത് കയറ്റി ദിവ്യപൂജ ചെയ്യുവാൻ അർഹനാക്കുന്ന ഏക വ്യക്തിയാണ് ശ്രീല പ്രഭുപാദ്. ഇവിടെ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ അഹിംസയെ കുറിച്ച് പറയുമ്പോൾ അഹിംസയുടെ ശിഷ്യന്മാർ നമുക്കറിയാം, പലരും ഇന്ന് അക്രമത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീല പ്രഭുപാദര് യൂറോപ്പ് തുടങ്ങിയുള്ള എല്ലാ രാജ്യങ്ങളിലും അവിടെ നമുക്കറിയാം കറുത്തവനും വെളുത്തവനും എന്നുള്ള വിഭാജനം ഇല്ലാതാക്കി. മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ള വലിയ വലിയ പ്രക്ഷോഭകര് അവർ തന്നെ പറയുന്നത് ഞങ്ങളുടെ നിരവധി ജീവൻ ഒരുപാട് പേര് തല്ലുകൊണ്ടും ഒക്കെ കൊണ്ടു എന്ന് പറയുന്നിടത്ത് ഭാരതത്തിൽ നിന്നൊരു പൗരൻ വന്ന് ഈ യൂറോപ്പിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഐത്തവും അവരുടെ ഹൃദയത്തിൽ നിന്ന് അത് പറിച്ചു കളഞ്ഞ് പരസ്പര സഹോദരനായിട്ട്. അപ്പൊ ഇതിനെ അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം വന്നിരുന്നത് യഥാർത്ഥ പ്രപഞ്ചനാഥന്റെ അടുത്തുനിന്ന് വന്നുകൊണ്ടാണ്. ഒരു യൂണിവേഴ്സൽ ഐഡിയോളജി, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഒന്നിച്ചു ചേരാൻ കഴിയുന്ന ഒരു ആശയം. അപ്പൊ ജഗദ്ഗുരു എന്ന് നമ്മൾ ആരെങ്കിലും വിശേഷിപ്പിക്കേണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദരെയാണ് വിശേഷിപ്പിക്കേണ്ടത്. കാരണം ലോകം മുഴുവനും 12 തവണ യാത്ര ചെയ്യുകയും ലോകം മുഴുവനും ശിഷ്യന്മാരുണ്ട്. വാക്കാർത്ഥത്തിലും ഭാവാർത്ഥത്തിലും ആരെങ്കിലും ജഗദ്ഗുരു എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രീല പ്രഭുപാദർ മാത്രമായിരിക്കണം. കാരണം ദേശഭേദ കാലഭേദ എല്ലാ വ്യത്യാസമില്ലാതെ എല്ലായിടത്തേക്കും ഭഗവാന്റെ ആശയം എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഭഗവാന്റെ ശക്തീകരിക്കപ്പെട്ട ശക്തിയാന്ന് നമുക്കറിയാം. എന്നാലും പുറത്തുള്ളവര് മനസ്സിലാക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു വിപ്ലവം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ജനിച്ചിട്ട് യൂറോപ്പിൽ ചെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആഫ്രിക്കയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, റഷ്യയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ലോകത്തെ മുഴുവൻ മാറ്റി തീർത്തത്? മറ്റുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ ജീവിച്ച ചുറ്റുപാടുമാണ് മാറ്റം വരുത്തിയെങ്കിൽ, ഇദ്ദേഹം ജീവിച്ച സ്ഥലത്ത് മാത്രമല്ല അങ്ങ് വിദൂര ദേശങ്ങളിലും മാറ്റം വരുത്തിയ മഹാത്മാവായിരുന്നു ശ്രീല പ്രഭുപാദര്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ ധാരാളം കാര്യങ്ങൾ ശ്രീല പ്രഭുപാദരെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ധാരാളം പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ അവർക്ക് അറിയാം, അവരതൊന്നും പറയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലുള്ള ഒരു ഭാഗം മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദരുടെ പാതാരബന്ധങ്ങളിൽ എൻ്റെ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹരേ കൃഷ്ണ.